ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് ഈ സമിതിയുടെ ചെയർപേഴ്സൺ. ആശമാരുടെ ഓണറേറിയം, സേവന കാലാവധി എന്നിവയൊക്കെ തന്നെ ഈ സമിതി പഠിക്കുമെന്നാണ് വിവരങ്ങൾ പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കൂടുതൽ വിശദാംശങ്ങൾ. ആശമാരുടെ സമരം വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതിയെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് വിവിധ ട്രേഡ് യൂണിയനുകളെ, ഇപ്പോൾ സമരം നടത്തുന്ന ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ യോഗം ആരോഗ്യമന്ത്രി വിളിച്ചത്. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല സമിതിയെ വേഗത്തിൽ നിയോഗിക്കാമെന്നും അവരുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇവരുടെ ഓണറേറിയം, സേവന കാലാവധി, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാമെന്നായിരുന്നു അന്നത്തെ യോഗത്തിൽ മന്ത്രി നൽകിയ ഉറപ്പ്. പക്ഷേ അതിൽ നിലവിൽ സമരം നടത്തുന്ന ആശമാർ ഈ തീരുമാനം അംഗീകരിച്ചില്ല. മറ്റ് ട്രേഡ് യൂണിയനുകൾ CITU, INTUC, BMS അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ ഈ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. 5 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഇതിൽ ഹരിത വി കുമാർ, അതായത് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. കൂടാതെ ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി R സുഭാഷ് കൺവീനർ ആയിരിക്കും. ധനവകുപ്പ് നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഒരു അംഗമായിരിക്കും. ഒപ്പം തൊഴിൽ വകുപ്പ് നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും അംഗമായിരിക്കും. ഇതുകൂടാതെ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ ഹെൽത്ത് മിഷൻ അംഗമായ KM ബീന എന്നിവരാണ് ഈ കമ്മിറ്റിയുടെ അംഗങ്ങൾ. കമ്മിറ്റിക്ക് 3 മാസമാണ് കാലാവധി. പ്രധാനമായി പഠിക്കേണ്ടത് ഈ ആശമാരുടെ തെരഞ്ഞെടുപ്പ്, ആശമാരുടെ യോഗ്യത, അവരുടെ ഓണറേറിയം പ്രശ്നങ്ങൾ, അവരുടെ സേവന കാലാവധി, അവരുടെ അവധി തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 മാസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ട് സമർപ്പിച്ച പ്രകാരം സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യും. മറ്റ് കാര്യങ്ങൾ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കും. കാരണം ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാനം നേരത്തെ തന്നെ പറഞ്ഞു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കണമോ തുടങ്ങിയ ശുപാർശകൾ ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന് അയക്കും. എന്നാൽ അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് തന്നെ തീരുമാനമെടുക്കാം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. SKN.